കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ശ്രീ വിനോദ് പുഞ്ചക്കര അദ്ദേഹം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് INTUCയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചിരിക്കുക. അദ്ദേഹത്തെ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി CPIMലേക്ക് സ്വീകരിക്കുക. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. പിന്നീട് റെയ്ഡ്കോയിൽ ജീവനക്കാരനായി ചേർന്നതിന് ശേഷം കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ റെയ്ഡ്കോ യൂണിറ്റിൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുകയും അതിനുശേഷം INTUCൻ്റെ ഭാഗമായിട്ടുള്ള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് CPIMൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണമെന്താണ് എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി സുനിശ്ചിതമായി പറഞ്ഞിട്ടുള്ള അഭിപ്രായം വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കിയ കോൺഗ്രസിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചത് എന്നാണ്. ഒരു ഭാഗത്ത് BJP ഹിന്ദുരാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു, RSS BJP, മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും SDPI ഉൾപ്പെടെയുള്ള സംഘടനകളും ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തെ എതിർക്കുന്നവർ എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വക്താക്കളായ ആളുകളുമായി കൂട്ടുകൂടുക? അങ്ങനെ കൂട്ടുചേർന്നുകൊണ്ട് നാടിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് താൻ കോൺഗ്രസ് വിടുന്നത് എന്ന വളരെ പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും നിങ്ങൾക്കെല്ലാം അറിയാം, മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ DCCയുടെ സെക്രട്ടറി വരെയായി പ്രവർത്തിച്ചിട്ടുള്ള, DCCയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള, എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കോൺഗ്രസ് ഇതേ കാരണത്താൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് CPIMൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ശ്രീ പുഞ്ചക്കര വിനോദും CPIMൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു പ്രവണത തുടരുക തന്നെ. കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണ്, മതനിരപേക്ഷത അപകടപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കും പരസ്പരം സഹായിച്ച് വളരുന്നതിനുള്ള അവസരമാണ് ഒരുക്കുക. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ഇനിയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് കരുത്തുള്ള മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന CPIMൻ്റെ ഭാഗമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ CPIMൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യിക്കും. ഞാൻ 1978 KSUവിലൂടെ കോൺഗ്രസിൻ്റെ കുടുംബാംഗമായിട്ട് വന്നയാളാണ്. ഏകദേശം 45 വർഷത്തോളം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചു. അതിനിടയിൽ ലീഡർ K. കരുണാകരൻ DIC രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു.
പക്ഷേ അദ്ദേഹത്തെ ലീഡർ കെ കരുണാകരൻജിയെ കോൺഗ്രസ് അവഗണിച്ചത് അന്നു മുതൽ തന്നെ കോൺഗ്രസിൻ്റെ അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം വിശദീകരിച്ചത്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ മാറി മാറി ഇന്നൊരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിലമ്പൂർ കണ്ടു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വം ഒന്നിച്ചു വന്ന് പ്രവർത്തിച്ചിട്ട് അവിടെ നേടിയത് നിങ്ങൾക്ക് കാണാം. അവിടെ 2021 കോൺഗ്രസിനുണ്ടായിരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 78,000 വോട്ടിൻ്റെ, അന്ന് 78,000 വോട്ടാണ് അന്ന് കോൺഗ്രസിന് കിട്ടിയത്. അന്ന് അൻവറിന് കിട്ടിയത് 81,000 വോട്ട്. ഇന്ന് അൻവർ 20,000 വോട്ട് പിടിച്ചിട്ടും കോൺഗ്രസിന് കിട്ടിയ വോട്ട് 76,000. കോൺഗ്രസ് തന്നെ പറഞ്ഞു 8,000 വോട്ട് ഞങ്ങൾ പുതുതായി ചേർത്തിട്ടുണ്ട് എന്ന്. LDFിനെ സംബന്ധിച്ചിടത്തോളം 66,000 പ്ലസ് 20,000 86,000 വോട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ കോൺഗ്രസിന് 90,000-ന് മുകളിൽ വോട്ട് കിട്ടിയാൽ മാത്രമേ അവിടെ വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. കാരണം ഒരു മത്സരത്തിൽ ഒരാൾ ജയിക്കും, പക്ഷേ അടിത്തറ ഇളകിയിരിക്കുന്നു. LDFിൻ്റെ അടിത്തറ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം 5,000 വോട്ട് കൂടുകയാണ് ഇത്. അൻവറിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് അത് അൻവർ കൂടി ചേർന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ 81,000 വോട്ട് കിട്ടിയത്. 19,760 വോട്ട് നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ട് മാറ്റി 66,760 വോട്ട് നേടിക്കൊണ്ട് LDF അടിത്തറ ഇളകാതെ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് LDF അവിടെ നേരിട്ടു. അവിടെ കണ്ടതെന്താണ്? അവിടെ ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി ഇവരുടെ ഒരു വർഗീയ ധ്രുവീകരണം നടന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ BJPയുടെ വർഗീയ നിലപാട്, ഹിന്ദു വർഗീയ നിലപാട്, ഇത് രണ്ടിനെയും പ്രതിരോധിക്കാൻ ഇന്ന് LDFിന് മാത്രമേ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ CPM-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ കേരളത്തിലെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ്. നമുക്ക് സഞ്ചരിച്ചാൽ കാണാം കേരളത്തിലെ റോഡുകൾ. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നേരത്തെ താഴേക്കിടയുള്ള ജനങ്ങളുടെ ഉന്നമനായിരുന്ന ലക്ഷ്യം ഇന്ന് അടിസ്ഥാന വർഗത്തിന് മാറ്റി അടിസ്ഥാന വർഗത്തോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ മുൻഗണന കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ റോഡുകളൊക്കെ നമുക്കിന്ന് റോഡ് സഞ്ചരിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 കിലോമീറ്റർ എടുത്താൽ ഒരു 1-2 കിലോമീറ്ററിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിൻ്റെ റോഡിൻ്റെ തകരാറ് പറയുന്നത്. നമുക്ക് ഏത് റോഡ് നോക്കിയാലും നമ്മൾ ഇന്നലെ പോയ റോഡല്ല നാളെ കാണുന്നത്. അത്രയും നല്ല വിശാലമായ റോഡുകൾ വികസിക്കുന്നു, അടിസ്ഥാന സൗകര്യം വികസിക്കുന്നു. പിന്നെ നമ്മളെന്തിനും മാറി ചിന്തിക്കണം. ഞാൻ പറയുന്നു, അടുത്ത വർഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF തീർച്ചയായും LDF മൂന്നാം തവണയും വരുന്നുള്ള സംശയമില്ല. അവിടെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരോട്, ഗാന്ധിജിയെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വരണം എന്ന് പറയുകയാണ്. അല്ല, അതിൽ DGP നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന് മാനദണ്ഡപ്രകാരം സംസ്ഥാന സർക്കാരിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല DGP നിയമനം. ചട്ടപ്രകാരം 10-30 വർഷക്കാലം സർവീസുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക UPSCക്ക് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകി. ആ പട്ടികയിൽ 6 പേരുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നൽകിയ പട്ടികയിൽ നിന്ന് 3 പേരുടെ പേര് വെട്ടി 3 പേരെയാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകിയിട്ടുള്ളത്. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി, ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ DGP നിയമനത്തിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരമാണുള്ളത്, സമ്പൂർണമായ അധികാരമില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്ന സംസ്ഥാന
സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളെയാണ് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൽ പറയുന്ന കാര്യം പിന്നെ ഇതിൽ നിങ്ങൾ പറയുന്ന കാര്യം കൂത്തുപറമ്പ് സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ്, പുതിയ കാര്യമല്ല ഞാനിപ്പോൾ പറയുന്നത്. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. നവംബർ 23 അദ്ദേഹം കൂത്തുപറമ്പ് തലശ്ശേരി ASP ആയിട്ട് ചുമതലയേൽക്കുന്നത്. അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് K. പത്മനാഭൻ നായർ കമ്മീഷനാണ്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കാം. കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് ചെയ്യാം. കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പിന്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ DYSP ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിച്ചാർജാണ് വെടിവെപ്പിലേക്ക് വഴിവെച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന ശ്രീ TT ആന്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ നേരിട്ട വീഴ്ചയും വെടിവെപ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കീം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലീസ് വെടിവെപ്പിന് ഉത്തരവാദിയായ വ്യക്തികൾ ആരാണ്? അന്വേഷണ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിലെ 3ാമത്തെ ഐറ്റം അതായിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്: മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ MV രാഘവൻ, അന്നത്തെ കണ്ണൂർ DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, മുൻ കണ്ണൂർ ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്ന് കമ്മീഷൻ പറയുന്നത്. ഇത് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ള ഭാഗമാണ് പറയുന്നത്. അതിൽ ശ്രീ രവത ചന്ദ്രശേഖര IPSനെതിരായിട്ട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് കമ്മീഷൻ എത്തിയിട്ടുള്ള നിഗമനം കൂടി ഞാനിവിടെ വായിക്കും. ASP കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഭാഗമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. എത്രമാത്രം ഉത്തരവാദിയാണെന്ന കാര്യം ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ജൂനിയർ IPS ഉദ്യോഗസ്ഥനായ AR ചന്ദ്രശേഖർ 1994 നവംബർ 23 വൈകുന്നേരം ആദ്യമായി തലശ്ശേരിയിൽ വരികയും ASP ആയി ചാർജ് എടുക്കുകയും ചെയ്തു. കൂത്തുപറമ്പിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചോ സ്ഥിതിഗതികളെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. MV രാഘവൻ, DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണി, ASP AR ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയ്ക്ക് തെളിവായി രേഖകളൊന്നുമില്ല. മാത്രമല്ല, AR ചന്ദ്രശേഖർ ഈ സംഭവത്തിനു മുമ്പ് MV രാഘവനെ ബന്ധപ്പെടുകയോ കണ്ടതായോ പോലും പരാതിക്കാർ വാദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് MV രാഘവനുമായി മുൻ പരിചയമുള്ളതായി തെളിയിക്കുന്ന രേഖകളുമൊന്നുമില്ല. തെളിവുകൾ കാണിക്കുന്നത് DYSP ഹക്കീം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ TT ആന്റണിയുമാണ് പ്രകടനക്കാർക്ക് നേരെ ലാത്തിച്ചാർജിനും വെടിവെപ്പിനും ഉത്തരവാദികൾ എന്നാണ്. തെളിവുകൾ കാണിക്കുന്നത് ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തിച്ചാർജ് തുടക്കമിട്ടതെന്നും മറിച്ച് മന്ത്രിയുടെ എസ്കോർട്ടിലുള്ള DYSP ആണ് ലാത്തിച്ചാർജ് തുടങ്ങിയതെന്നുമാണ്. എന്ന് പറഞ്ഞാൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കീം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിച്ചാർജ് ആരംഭിക്കുക. അതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടാകുന്നത്. ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ്
ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടി പങ്കാളിയായി എന്ന് ഒരു വിധത്തിൽ പറയാനും കഴിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഇടയായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ കൂത്തുപറമ്പ് ഒരു പ്രതിഷേധം നടത്താനിടയായിട്ടുള്ള പ്രകോപനം നവംബർ 20 പരിയാരം മെഡിക്കൽ കോളേജിന്റെ OP ടിക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രി വന്നപ്പോൾ അതിനെതിരായ വിദ്യാർത്ഥികൾ, ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളായിരുന്നു അന്ന് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങൾ 18 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം ഭീകരമായി മർദ്ദിച്ചു. അതിനെ തുടർന്നാണ് ചില പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനത്തെ തുടർന്നാണ് കൂത്തുപറമ്പ് സമരം ഉൾപ്പെടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയായിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ലാത്തിച്ചാർജ്, വിദ്യാർത്ഥി പ്രവർത്തകരെ ഭീകരമായി തല്ലിച്ചതച്ച സംഭവം, ആ സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലേ ഇല്ല. അയാൾ സർവീസിൽ പ്രവേശിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ആ സ്ഥാനത്ത് സ്പോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അവരെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടാവും. ആ ആക്ഷേപങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിലൊന്നും കഴമ്പില്ല എന്ന് ബന്ധപ്പെട്ട ഔദ്യോഗികമായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പത്മനാഭൻ നായർ കമ്മീഷൻ വ്യക്തതയോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ശ്രീ രവതാ ചന്ദ്രശേഖരൻ അതിനുശേഷം നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പത്തനംതിട്ട SP ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം വളരെ ഈ കാര്യത്തെ വെച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു വാർത്തക്ക് പോലും പ്രസക്തിയില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിച്ച് കളയാമെന്നുള്ളൊരു മനോഭാവത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ എന്താണ് കൂത്തുപറമ്പ് ഉണ്ടായിട്ടുള്ള സമരത്തിൻ്റെ ലക്ഷ്യം? ആ ഘട്ടത്തിൽ സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയാകെ സമ്പൂർണമായും സ്വകാര്യവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കുകയും ചെയ്യുന്ന നയമായിരുന്നു കേന്ദ്ര നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിന് ചെയ്യുന്ന എന്താ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക, സ്കൂളുകളും കോളേജുകളുമെല്ലാം, നമ്മുടെ സർവകലാശാലകളെ ദുർബലപ്പെടുത്തുക, സർക്കാർ എയ്ഡഡ് കോളേജുകളെ ദുർബലപ്പെടുത്തുക, അധ്യാപക നിയമനം പോലും നടത്താതിരിക്കുക, എന്നിട്ട് വ്യാപകമായി അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ കോളേജുകൾ ആരംഭിക്കാൻ വേണ്ടി അനുമതി നൽകുക, ഗവൺമെന്റ് കോളേജുകളിൽ ഉൾപ്പെടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ തുടങ്ങുക. അങ്ങനെ ഒരു ഭാഗത്ത് സ്വകാര്യവൽക്കരണ നയങ്ങളും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതോടൊപ്പം പുതിയതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുമായി മുമ്പോട്ട് പോയപ്പോഴാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ശക്തമായുള്ള പ്രക്ഷോഭത്തിൽ വന്നത്. ആ പ്രക്ഷോഭത്തിന്റെ കൂടെയാണ് DYFIയും ചേർന്നത്. അങ്ങനെയാണ് കൂത്തുപറമ്പ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളോ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല, രണ്ട് നയങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, സമരമാണ്. ആ നയങ്ങൾ തമ്മിലുള്ള സമരത്തിൽ ഏത് നയമാണ് വിജയിച്ചത്? കൂത്തുപറമ്പ് സമരം ഒരു വിജയിച്ച സമരമാണ്. അങ്ങനെ വിജയിച്ചത് കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള നയമാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ നയമാറ്റത്തിന്റെ ഫലമായിട്ടാണ് രാജ്യത്ത് തന്നെ 10 ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ കേരള ഉൾപ്പെടെയുള്ള MG ഉൾപ്പെടെയുള്ള കുസാറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ 10 സർവകലാശാലകളിൽ ഇടം പിടിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മികവിന്റെ കേന്ദ്രമായി മാറിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയാകെ കച്ചവടവൽക്കരിക്കുന്ന നയത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു കൂത്തുപറമ്പ് പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സർക്കാർ തുടർന്ന് അധികാരത്തിൽ വന്നു. ആ സർക്കാരിന്റെ ഇടപെടലിന്റെ ഫലമായി വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണമായ മാറ്റം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂത്തുപറമ്പ് പ്രക്ഷോഭം എന്ന് പറയുന്നത് പരിപൂർണമായ വിജയം വരിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ആ രക്തസാക്ഷിത്വം എക്കാലവും ഓർമ്മിക്കുന്ന രക്തസാക്ഷിത്വമാണ്. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ ശക്തിപ്പെട്ട് നിൽക്കുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കും. ഒരു ഈ ഇന്നലെ പി ജയരാജൻ പറഞ്ഞത് കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളിലേക്ക് അത്തരം കാര്യങ്ങൾ വൈകാരികമായ ആ കൂത്തുപറമ്പിലെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ
പറഞ്ഞുകൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം പാർട്ടിയിൽ തന്നെ നടക്കുന്നുണ്ടോ? അല്ല, പാർട്ടിയിലല്ല, നിങ്ങൾ ചിലർ ചെയ്യുന്നുണ്ടാവും. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, കൂത്തുപറമ്പ് സമരം എന്ന് പറയുന്നത് ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള ആദ്യത്തെ പോരാട്ടവും രക്തസാക്ഷിത്വമാണ് കൂത്തുപറമ്പ് സമരം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെ പുത്തൻ ഉദാരവൽക്കരണ നയത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് കൂത്തുപറമ്പ് സംഭവം. ആ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജാണ്. അത് ഏതെങ്കിലും വ്യക്തികൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ട്രസ്റ്റ് അല്ല, സർക്കാർ മെഡിക്കൽ കോളേജാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നോക്കൂ, ആ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മാറിയിരിക്കുകയല്ലേ. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം കൂത്തുപറമ്പിലുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് അവിടെ ജീവത്യാഗം നൽകിക്കൊണ്ട് നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് അത് സർക്കാരുകളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറി. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ് ആ പോരാട്ടത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ അന്നുണ്ടായിരുന്ന നയങ്ങളെ പൂർണ്ണമായി തിരുത്തി. ഇപ്പോൾ തിരുത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ നയങ്ങൾ പൂർണ്ണമായി തിരുത്തി. ഇന്ന് പൊതുവിദ്യാഭ്യാസം ശക്തമായി നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിജയം വരിച്ച സമരത്തിൽ ഇടതുപക്ഷ അനുഭാവികൾ മാത്രമല്ല, പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവർ മാത്രമല്ല, കേരളീയ സമൂഹമാകെ പൊതുവിൽ അംഗീകരിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഒരു പ്രക്ഷോഭമാണ് കൂത്തുപറമ്പ് സമരം. എന്നാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് താറടിച്ച് കാണിക്കാൻ വേണ്ടി കഴിയുമോ, അതിനെന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് ചിലർ ശ്രമിക്കുന്നത്. അത്തരം ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ല, അതിൽ നേരത്തെ ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ആക്ഷേപങ്ങളുണ്ടായിരുന്നു, അത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. കമ്മീഷൻ ചില കണ്ടെത്തൽ നടത്തി. അതിനുശേഷം കേസ് വന്നു. കേസിൽ കോടതി ചില നിലപാട് സ്വീകരിച്ചു. പിന്നീട് തുടർന്ന് വന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പരിശോധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ടുള്ള ഹക്കീം ബത്തേരി സർവീസിൽ നിന്ന് തന്നെ പോയി. അദ്ദേഹത്തിന് ഒരിക്കലും പിന്നെ സർവീസിൽ തിരിച്ചു കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശിക്ഷിക്കപ്പെടേണ്ടവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ടവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അന്നത്തെ സർക്കാരിൻ്റെ നയം വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്ന നയമായിരുന്നു. ആ നയം മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടാണ് സമരം നടന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് തുടർച്ചയായ സമരം നടന്നത്. പക്ഷേ ആ സർക്കാർ ആ നയം മാറ്റാൻ തയ്യാറായിരുന്നില്ല. നയം മാറ്റാൻ തയ്യാറാവാത്ത സർക്കാരിനെ ജനങ്ങളങ്ങ് മാറ്റി. എന്നിട്ട് വിദ്യാർത്ഥികളുടെ പക്ഷം നിൽക്കുന്ന നയം അംഗീകരിച്ച് നടപ്പിലാക്കുന്ന ഒരു സർക്കാരിന് അധികാരത്തിൽ കൊണ്ടുവന്നു. അതിനെയാണ് സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വൈകാരികമായ ഒന്നാണ് കൂത്തുപറമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരു കാലത്ത് പാർട്ടി എതിർത്തിരുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനാക്കി നിർത്തിയ ഒരാളെ DGP ആക്കുന്ന സമയത്ത് പാർട്ടി അണികളിൽ അത് എളുപ്പത്തിൽ ഈ പറയുന്ന വാദങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. അല്ല, അതിൽ ഈ സമരമുഖത്ത് തന്നെ ലാത്തിച്ചാർജ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ആളാണല്ലോ സഖാവ് എം പി ജയരാജൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് അവിടെ മന്ത്രി വരുന്നത് വരെ പോലീസ് ഉദ്യോഗസ്ഥരും സമരം നടന്നവരും പരസ്പരം ലോഹ്യം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരുന്നു രവതാ ചന്ദ്രശേഖരൻ. അതിൽ മന്ത്രി അവിടെ എത്തുന്നു, ഹക്കീം ബത്തേരി ചാടി ഇറങ്ങുന്നു. കൂടെയുള്ള പോലീസുകാർ വേറെ ഒന്നും നോക്കുന്നില്ല, നേരെ ലാത്തിച്ചാർജ് ആരംഭിക്കുന്നു. ഭീകരമായ തല്ല്. അതിനെ തുടർച്ചയായിട്ട് TT ആന്റണി വെടിവെക്കാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുന്നു, വെടിവെക്കുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു സമരം നടക്കുന്ന സമയത്ത് ആ സമരമുഖത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചെല്ലാം പറയല്ലോ. പക്ഷെ പരിശോധിച്ചപ്പോൾ ബന്ധപ്പെട്ട ഔദ്യോഗിക സമിതികൾ പരിശോധിച്ച് കണ്ടെത്തിയത് ആണ് പിന്നെ സ്വാഭാവികമായിട്ട് വരിക. കണ്ടെത്തിയ കാര്യങ്ങളാണ്. ആ കണ്ടെത്തിയ കാര്യങ്ങൾ പിന്നെ അതുകൊണ്ടാണ് അതിനുശേഷം പത്തനംതിട്ട SP ആയിട്ട് ഇതേ ആൾ പ്രവർത്തിച്ചല്ലോ. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടും പ്രവർത്തിച്ചല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഇതൊരു വലിയ പ്രശ്നമായി വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് വരാതിരുന്നത്?
അപ്പം നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അതിൽ പിന്നീട് പാർട്ടി എടുത്ത നിലപാട് ഒരു പ്രധാനമായിട്ടും നടന്ന സംഭവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്പോട്ടിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആക്ഷേപം അതിലുണ്ടാവും. പക്ഷേ ബന്ധപ്പെട്ട പരിശോധന നടന്നല്ലോ, അന്വേഷണം നടന്നല്ലോ. ആ അന്വേഷണത്തിൻ്റെ കൺക്ലൂഷൻ എന്താ? ആ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. ആ കൺക്ലൂഷൻ അനുസരിച്ച് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തു എന്ന് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അറിയാത്ത ഒരാളല്ലല്ലോ പി ജയരാജൻ. പി ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന കൂത്തുപറമ്പ് വെടിവെപ്പിൽ നേതൃത്വം കൊടുത്തയാളാണ് നവദാ ചന്ദ്രശേഖരൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പി ജയരാജൻ അങ്ങനെ ഈ പറയുന്ന പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പി ജയരാജനും അറിഞ്ഞു അല്ലെങ്കിൽ അവരുടെയൊക്കെ അറിവിലുള്ള കാര്യമായിരിക്കുമല്ലോ, പിന്നീട് എന്താണ് പി ജയരാജൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്താനുള്ളൊരു സാഹചര്യം? അതിൽ പി ജയരാജൻ നിങ്ങൾ പറഞ്ഞ ഇതുപോലെയാണ് പറഞ്ഞതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ വെടിവെപ്പ് നടക്കുന്നു, വെടിവെപ്പിന് ഉത്തരവ് കൊടുത്ത ടി ആന്റണി ആ വെടിവെപ്പിന് ഇടയായിട്ടുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ചെടുത്തത് ആ സംഭവം നടക്കുന്നു, വെടിവെപ്പ് നടക്കുന്നു. ആ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഉത്തരവ് ഉണ്ടാകുന്ന സമയത്ത് വെടിവെപ്പിൻ്റെ ഇടയിൽ എല്ലാ ഉദ്യോഗസ്ഥരും വെടിവെപ്പിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവില്ല, പലരും മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ പ്രശ്നം എന്താ? നമ്മൾ ഉദ്ദേശിച്ചത്, പാർട്ടി ഉന്നയിച്ച വിഷയം എന്താ? ആ വെടിവെപ്പ് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒന്നല്ല, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചനയെ തുടർന്നാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗൂഢാലോചനയെ സംബന്ധിച്ചായിരുന്നു പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെ പരാതി തന്നെ. ആ പരാതി വെച്ചുകൊണ്ടാണ് 4 ടേംസ് ഓഫ് റെഫറൻസ്, അതിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നവംബർ 25-ന് 5 പേരുടെ മരണത്തിന് നിരവധി പേർക്ക് പരിക്കേൽക്കാനും ഇടയ പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇതാണ് കമ്മീഷൻ്റെ ഒന്നാമത്തെ ടേംസ് ഓഫ് റെഫറൻസ്. രണ്ടാമത്തത് മേൽപ്പറഞ്ഞ പോലീസ് വെടിവെപ്പ് നീതീകരിക്കാവുന്നതാണോ? മൂന്നാമത്തെ പോലീസ് വെടിവെപ്പിന് ഉത്തരവാദിയായ വ്യക്തികൾ ആരാണ്? അതിന് ആനുഷംഗികവും അതിൽ നിന്ന് ഉരുത്തിരിയുന്നതുമായ മറ്റു കാര്യങ്ങളും എന്ന് പറഞ്ഞ് 4 ടേംസ് ഓഫ് റെഫറൻസ് ആണ് വെച്ചത്. ഈ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ചാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. ടി ആന്റണി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അദ്ദേഹമായിരുന്നില്ല അവിടെ വരേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരെ ഇതിൽ ഉത്തരവാദികളായിട്ട് കമ്മീഷൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് മാത്രം സർവീസിൽ ജോയിൻ ചെയ്ത് അവിടെ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എത്തിപ്പെടേണ്ടി വന്ന ഒരാൾ, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടെല്ലാം ആക്ഷേപം വരും. ആ ആക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ആക്ഷേപത്തിനല്ല പ്രസക്തി, കണ്ടെത്തിയ കാര്യങ്ങൾക്കാണ് പ്രസക്തി. പിന്നീട് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഹക്കീം ബത്തേരിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് അദ്ദേഹം സർവീസിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് നാടിൻ്റെ അനുഭവം. ഈ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. പാർട്ടി അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പി ജയരാജനിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് എടുത്തു എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. അദ്ദേഹം എടുത്ത നിലപാട് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട്. ചില പത്രങ്ങൾ അത് വക്രീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് സഖാവ് പി ജയരാജൻ അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ്. പിന്നീട് ഈ കോടതിയിലെത്തിയ ഘട്ടത്തിൽ മന്ത്രി MP രാഘവനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ വെടിവെപ്പെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നോട് MP രാഘവനെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു എന്നതുമാണ് പ്രവാട ചന്ദ്രശേഖരൻ കോടതിയിലെ മൊഴി. അതും പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? അതും അംഗീകരിക്കണം? അല്ല, അതില് കോടതിയിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ടാവും. അതെ, അത് കോടതിയിൽ എന്ത് നിലപാടെടുത്തുകൊണ്ടേ അല്ലല്ലോ വിഷയം. കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം, പല വാദങ്ങളുണ്ടാവും. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജ് ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അക്യൂസേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പലതും പറയും. കോടതിയിൽ പല നിലപാടുകൾ എടുക്കുമല്ലോ. ഇവിടെ പ്രശ്നം എന്താ? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? പ്രശ്നം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ രവതാ ചന്ദ്രശേഖരനെ, ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും രവതാ ചന്ദ്രശേഖരൻ 2 ദിവസം മുമ്പ് പിന്നെ ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കി നേരെ സർവീസിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് നേരെ അവിടെ വന്നു. എന്നിട്ട് ഈ സംഭവത്തിന് ആകെ നേതൃത്വം നൽകി. കുറച്ച്
പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങ് വെടിവെച്ചു എന്ന് പറയുന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വസ്തുതയാണ്. പല നിലപാട് പറഞ്ഞിട്ടുണ്ടാവും, ഓരോ ഘട്ടത്തിലും പലതും പറഞ്ഞത്. നിങ്ങളിപ്പോൾ അതിൽ അന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വസ്തുതകൾ എന്താണ്, ആ വസ്തുതകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുതയിൽ അംഗീകരിക്കേണ്ടത്. ഇപ്പം നേരെ തിരിച്ചുള്ളൊരു നിലപാടാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്താ പറയുക എന്നോട്? ഇതിന് ഉത്തരവാദി രവതാ ചന്ദ്രശേഖരനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയിപ്പോൾ ഇതിന് ഉത്തരവാദി രവതാ ചന്ദ്രശേഖരനാണ് എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തേക്കല്ലേ സഹ ബി ജയരാജനെ ചെയ്ത പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങളെന്താ എന്നോട് പറയാം? നിങ്ങളത് ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ഒരു എതിരായിട്ട് നിലപാടെടുക്കുന്നത് ശരിയാണോ നിങ്ങൾ എന്നോട് ചോദിക്കൂലേ? അപ്പോൾ വളരെ നീതിയുക്തമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്നത്. ആക്ഷേപം ഉണ്ടായിരുന്നു, പക്ഷേ ആക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ചപ്പോൾ വളരെ യുക്തിസഹമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ ഭാഗം അദ്ദേഹം വായിച്ചിട്ടുള്ള ഈ കോട്ട് ചെയ്ത കാര്യം ഞാൻ വായിച്ചല്ലോ, ആ ഭാഗം യുക്തിസഹമല്ല എന്ന് നിങ്ങൾക്കാർക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾക്കാർക്കും തോന്നാത്ത പോലെ ഞങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണല്ലോ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ചത് നേരത്തെ. ആ സമയത്തൊന്നും ഇല്ലാതൊരു വിവാദം ഇപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന എന്തിനാ? അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വേറൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഗവൺമെൻറ് മുമ്പിൽ വേറെയും പേരുകളുണ്ടാവും. ആ ഇഷ്ടമുള്ള പേരെടുക്കാൻ പറ്റില്ല. ഇതിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലയാൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ രവതാ ചന്ദ്രശേഖരനെ ഇങ്ങനെ പറയുന്ന ഒക്കെ ചെയ്യുകയാണല്ലോ. അപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തള്ളി പറയുകയാണോ ഇപ്പോൾ കോൺഗ്രസ്? അല്ല, യഥാർത്ഥത്തിൽ ഇത് നടത്തിയതാരാ? കൂത്തുപറമ്പ് വെടിവെപ്പ്. അതായത് ഞാൻ പറയുന്നത് കൂത്തുപറമ്പ് സംഭവം നടന്നപ്പോൾ ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും ഗുണ്ടകൾ നടത്തിയ വിളയാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഗുണ്ടാ വിളയാട്ടം, അക്രമം, എന്നിട്ട് വേറെ വഴിയില്ലാതെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ദിവസങ്ങളോളം ന്യായീകരിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം എടുത്ത സമീപനം എന്താ? കൂത്തുപറമ്പ് സംഭവത്തെ സമ്പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ടാണ് നിലപാടെടുത്തത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയ നേതൃത്വം. ഇപ്പം അവർ കൂത്തുപറമ്പ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുക. എന്തൊരു കരച്ചിലാണ്. കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഉദ്യോഗസ്ഥരെതിരെ പിന്നീട് നിലപാടെടുത്തിട്ടുണ്ട്. കമ്മീഷൻ ഇപ്പം പറയുന്ന നിലപാടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കൊലക്കേസ് ബന്ധപ്പെട്ടൊക്കെ പാർട്ടി ഒന്നും നിലപാടെടുത്ത് സ്വീകരിച്ചായിരുന്നു. അല്ല, അതെനിക്കറിയില്ല, അതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ ഈ അത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ വിലയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥരായി ചുമതല നിർവഹിക്കുന്നവരെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ടാവുമല്ലോ. അത് വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഇവിടെ പ്രശ്നം എന്താ? ഒരു വിധത്തിലും വിമർശനമില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ആളുകളാണ് എല്ലാ ഉദ്യോഗസ്ഥരും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പറ്റൂ. അതാണ് സർക്കാരിൻ്റെ പരിമിതി. അല്ല, അതിപ്പം അങ്ങനെ ഒരു റാങ്കൊന്നുമില്ല. അത് ഒന്നാമത്തെ പേരായിട്ട് ഒരാളിടുന്നത്, അത് DGP നിയമനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു റാങ്കൊന്നുമില്ല. അതായത് പാനലാണ്. ഇവിടുന്ന് 30 വർഷം സർവീസ് പൂർത്തിയായ IPS ഉദ്യോഗസ്ഥരുടെ പേര് പൂർണ്ണമായിട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. മുഴുവൻ പേരുകളും കൊടുക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത എണ്ണം നമുക്ക് ഇങ്ങോട്ട് തരികയും അതിൽ നിന്ന് ചിലർ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒഴിവാക്കിയവരായിരിക്കും കേരളത്തിൻ്റെ താല്പര്യത്തിന് കുറേ കൂടി മെച്ചപ്പെട്ടവർ, നമുക്കതറിയില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്ന ലിസ്റ്റിൽ നിന്നുള്ള ഒരാളെ നിയമിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് ആരാണ്? കേരളത്തിലെ പോലീസ് ഫോഴ്സിൽ നയിക്കാൻ വേണ്ടി പറ്റുന്ന ആരാണ്? ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതാളെ കുറിച്ചെടുത്താലും ഇതുപോലെ വിമർശനം ഉണ്ടാവും. ഏതാളെക്കുറിച്ച് ഇപ്പം 3 പേരല്ലേ പറഞ്ഞത്, ആ 3 പേരെ കുറിച്ച് ഇതുപോലെ വിമർശനം ഉണ്ടാവും. വ്യത്യസ്ത രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാവും. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിമർശനം പറയുന്നത്, മറ്റവരെ കുറിച്ച് പറയുമ്പോൾ വേറെ വിമർശനം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പറ്റാവുന്ന ഒരാളെ നിയമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തികഞ്ഞവരാണ് എന്നല്ല, വിമർശനത്തിന് അതീതരാണ് എന്നല്ല. വിമർശനം ഉണ്ടാവും, പക്ഷെ പറ്റാവുന്ന ഒരാളെ നിയമിച്ചു. അതിനെ കൂത്തുപറമ്പ് സംഭവവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സംഭവത്തെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ പിന്നിലുള്ള അജണ്ട
അതിനുള്ള അങ്ങനെ നടത്തുന്ന ശ്രമത്തിൻ്റെ ഒരു മനസ്സ് അങ്ങേയറ്റം സങ്കുചിതമാണ്. ആ അജണ്ട അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് എന്ന് മാത്രമേ പറയാൻ. കാരണം കൂത്തുപറമ്പ് സംഭവം ഒരു മഹാരക്തസാക്ഷിത്വം. അത് നാടിനുണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല. വിദ്യാഭ്യാസ മേഖലയിൽ അത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം ചെറുതല്ല. ആ രക്തസാക്ഷിത്വത്തിൻ്റെ മേലെയാണ് തുടർന്ന് വന്നിട്ടുള്ള ഗവൺമെൻറ് ഒരു ബദൽ വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുകയും ആ ബദൽ വിദ്യാഭ്യാസ നയം തുടർച്ചയായി നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഇന്ന് അടച്ചുപൂട്ടാതെ നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സ്ഥാപനങ്ങളായി മാറാതെ പാവപ്പെട്ടവന് പഠിക്കാൻ വേണ്ടി കഴിയുന്ന സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലമായിട്ട് നാടനുഭവിക്കുന്ന സവിശേഷതകളാണ്. അതുകൊണ്ട് അതിനെ ഏതോ രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഒരു തർക്കമാണ് എന്ന നിലയിൽ ചുരുക്കി കാണുന്നത് ശരിയല്ല, അത് സങ്കുചിതമാണ്. യെസ്, ഇപ്പോൾ മതിയല്ലോ. ആ, ഇപ്പോൾ നമ്മൾ സ്വീകരണം നടന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും ചോദിച്ചില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെ അനുമതിയോടെ ഇങ്ങോട്ടോ രാകേഷ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഇപ്പോൾ കോൺഗ്രസിന് രണ്ടാമത്തെ ആളാണ് വരുന്നത്. ഒഴുക്ക് തുടരുമോ? അത് കെ രാകേഷ് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടല്ല, അത് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. ആ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആളുകൾ ഇനിയും വരും. കാരണം കോൺഗ്രസ്സിൽ മതേതരത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരൊക്കെ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് CPM-ന്റെ കൂടെ വരും. ഇനി അവസരം ഉണ്ടാവും. യെസ്.